ബിഗ് ബോസ് സീസൺ 6 കണ്ടസ്റ്റന്റ് ജാസ്മിന്റെ വാപ്പ ജാഫറിക്ക താങ്കളെ ഒന്ന് തൊഴണം. 6 വർഷമായി മലയാളത്തിലെ ബിഗ് ബോസ്. ഈ 6 സീസണിലും ഇതുവരെയായിട്ടും അതിനകത്തുള്ള ഒരു കണ്ടസ്റ്റന്റിന്റെ ഫാദറിന്, അച്ഛന് ഇത്രയ്ക്കും ഹൈപ്പ് കിട്ടിയിട്ടുള്ളതായിട്ട് എനിക്കറിവില്ല കേട്ടോ. അതിനും മാത്രം ഹൈപ്പാണ് ജാഫ്രിക്കയ്ക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എയറിലൊന്നും അല്ല പുള്ളി അതിന്റെ അപ്പുറത്ത് വല്ല സ്ഥലം ഉണ്ടെങ്കിൽ അവിടെയാണ് പുള്ളി ഇപ്പൊ. അതിന് നിങ്ങളുടെ മോളോട് നിങ്ങൾ നന്ദി പറയണം കേട്ടോ ജാഫ്രിക്ക. നല്ലൊരു മോളെ നിങ്ങൾ ഒരു ജന്മം നൽകിയതിന് നിങ്ങൾ ഭയങ്കരമായിട്ട് ദൈവത്തോട് നിങ്ങൾ നന്ദി പറയണം. ഇത്രയ്ക്കൊന്നും ഒരു ഹൈപ്പ് ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റൻസിന്റെ, ഞാൻ പറഞ്ഞല്ലോ അതിനകത്തുള്ള ഒരു കണ്ടസ്റ്റന്റിന്റെ അച്ഛനോ ഹസ്ബൻഡിനോ അനിയനോ പെങ്ങൾക്കോ ഒന്നും കിട്ടിയിട്ടില്ല. അത് നിങ്ങൾ കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സീക്രട്ട് ഏജന്റ് നമ്മുടെ സായി ചേട്ടനും ജാഫ്രിക്കായിട്ടുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഓഡിയോ ക്ലിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസം വിവി ഹിയർ എന്ന് പറയുന്ന ഒരു ചാനലിൽ ഒരു വീഡിയോ ഈ വിവി എന്ന് പറയുന്ന വ്യക്തി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് പുള്ളി പറഞ്ഞത് സീക്രട്ട് ഏജന്റും അതുപോലെ തന്നെ നമ്മുടെ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞാൽ സായി അണ്ണനും നമ്മുടെ ഈ ജാഫ്രിക്കായിട്ടുള്ള ഒരു ഓഡിയോ പുള്ളിയുടെ ഉണ്ട്. പുള്ളി അത് വെളിയിൽ വിടും എന്ന് പറഞ്ഞില്ല, പുള്ളിയുടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ആ വീഡിയോ ഇട്ടതിന് ശേഷം ഇങ്ങനെ ഈ ഒരു പുള്ളിയുടെ ഒരു വീഡിയോയിൽ ഈ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം നമ്മുടെ സീക്രട്ട് ഏജന്റ് ചേട്ടന്റെ വൈഫായിട്ടുള്ള ചേച്ചി, ആ ചേച്ചിയുടെ പേര് ഞാൻ പറഞ്ഞു, സ്നേഹ. അപ്പൊ സ്നേഹ കൊച്ചു വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ ഒന്ന് പുറത്തു വിട്, ആളുകൾ അറിയട്ടെ എന്നൊക്കെ സ്നേഹ കൊച്ചു വന്നിരുന്ന ഒരു വീഡിയോയിൽ അങ്ങ് കാച്ചി. ഈ ഒരു കാച്ചിൽ കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ വിവിച്ചേട്ടൻ അങ്ങ് പൊളിഞ്ഞു. അപ്പൊ വിവിച്ചേട്ടനെ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഞാൻ വിവിച്ചേട്ടനെ പറ്റി ഒന്ന് പറഞ്ഞുതരാം. അപ്പൊ എന്തായാലും ഈ വിവിച്ചേട്ടനോട് ചേച്ചി ഇങ്ങനെ, ഈ ഒരു ചേച്ചി നമ്മുടെ സായി ചേട്ടന്റെ വൈഫ് വന്നിട്ട് ഒരു വീഡിയോയിൽ ഇങ്ങനെ അങ്ങ് പറഞ്ഞപ്പോഴത്തേക്ക് വിവിച്ചേട്ടനെ പൊട്ടിയിട്ട് വിവിച്ചേട്ടൻ ആ ഓഡിയോ അങ്ങ് പുറത്തു വിട്ടിട്ടുണ്ട്. ആ ഓഡിയോ ഞാൻ ഇവിടെ കേൾപ്പിച്ചു തരാം. അതിന് മുമ്പായിട്ട് ഈ വിവിച്ചേട്ടൻ, ഈ വിവി ഹിയർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന് ഉടമ, ഈ ഒരു ബിഗ് ബോസ് വന്നപ്പോൾ തൊട്ടാണ് ഞാൻ ഈ ഒരു പുള്ളിയുടെ ചാനലൊക്കെ അറിയാൻ തുടങ്ങിയത്. ഈ അടുത്താണ് ഞാനത് കാണുന്നത് തന്നെ. ലൈക്ക് ആദ്യം തൊട്ടേ കണ്ടിട്ടുണ്ട് വീഡിയോസ്, പക്ഷെ എന്നാലും സ്ഥിരം ഞാൻ പുള്ളിയുടെ ഒരു വീഡിയോ കാണുന്ന ഒരാളൊന്നും അല്ലായിരുന്നു. പക്ഷെ 2-3 ദിവസമായിട്ട് ഞാനിപ്പോൾ പുള്ളിയുടെ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, പല ആളുകളും ഇവിടെ വന്നിരുന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ജാസ്മിൻ ഒരു ആർമി ഉണ്ട്, ജാസ്മിൻ ഒരു PR വർക്ക് ചെയ്യുന്ന ഒരു ടീമുണ്ട്. അപ്പൊ ഞാൻ ഈ വിവി എന്ന് പറയുന്ന വ്യക്തിയുടെ ചാനൽ നോക്കിയപ്പോഴത്തേക്ക് ഈ പുള്ളി ഈ ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ തൊട്ട് വീഡിയോ ഇടുന്നതാണെങ്കിലും മൊത്തം എല്ലാം, ഭൂരിഭാഗമൊന്നും പറയാൻ പറ്റത്തില്ല, എല്ലാം ജാസ്മിൻ കൊച്ചിനെ വെച്ചിട്ടാണ്. ജാസ്മിന്റെ തല, ജാസ്മിന്റെ പേര്, ജാസ്മിന്റെ തല, ജാസ്മിന്റെ പേര്. ഇനി ജാസ്മിന്റെ തലയും ജാസ്മിന്റെ പേരും ഇല്ലെങ്കിൽ ജാസ്മിന്റെ വാപ്പാടെ പേരും മറ്റേ ഫോട്ടോയും വെച്ചിട്ടാണ് അണ്ണൻ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യമുണ്ട്, ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഈ നെഗറ്റീവ് റിവ്യൂ ഇട്ടാലും ആൾക്ക് റീച്ച് കിട്ടുകയാണല്ലോ ഏറ്റവും കൂടുതൽ. ഇന്ന് പോസിറ്റീവ് റിവ്യൂ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നതിനേക്കാളും കൂടുതലാണ് ആളുകൾക്ക് ഒരു നെഗറ്റീവ് റിവ്യൂ കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ അത് മുൻകൂട്ടി കണ്ട് ഈ വിവി എന്ന് പറയുന്ന വ്യക്തി ജാസ്മിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണോ ഇതെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. സീരിയസ്ലി എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. കാരണം ആദ്യം തൊട്ടുള്ള വീഡിയോയില് എല്ലാത്തിലും ജാസ്മിൻ വെച്ചിട്ട്, ഇതിലും വലിയൊരു ഹൈപ്പ് ജാസ്മിന് വേറെ എന്തുണ്ട് കിട്ടാൻ? നിങ്ങളെല്ലാവരും ഒന്ന് ആലോചിച്ചാൽ മതി. ഒരു നിമിഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ പറഞ്ഞതിനകത്ത് ഒരു കാര്യം ഉണ്ടോ? നെഗറ്റീവ് റിവ്യൂ, അത് റിവ്യൂ എന്തോ ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ, റിവ്യൂ ആയിക്കോട്ടെ, ഈ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് എല്ലാ മലയാളികളുടെ ഇടയിലേക്കും, ഇയാളുടെ ഈ ഒരു വിവി എന്ന് പറയുന്ന ആളുടെ വീഡിയോ കാണുന്ന എല്ലാ മലയാളി മനസ്സിലേക്കും അത് മറ്റേ ഒട്ടിച്ചെല്ലുവാണങ്ങ്, മനസ്സിലായില്ലേ? അതൊരു കൈൻഡ് ഓഫ് ഒരു എന്താ ആ വ്യക്തിയെ, ഈ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയെ ബൂസ്റ്റ് ചെയ്യുന്നതിന് തുല്യമല്ലേ? എനിക്ക് അങ്ങനെയാ തോന്നുന്നു. ഇപ്പൊ തെറി പറഞ്ഞാൽ, വിവി എന്ന് പറയുന്ന വ്യക്തി വന്നിരുന്ന് തെറി പറഞ്ഞാലും ശരി, ഈ ഡെയിലി ഇത് തന്നെ ചെയ്യുമ്പോഴത്തേക്ക് ആ വ്യക്തിയുടെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു PR നീയാണെന്നാണ് വിവി കുട്ട എനിക്ക് തോന്നുന്നത്. നീ തന്നെ പല വീഡിയോയിലും, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിലൊക്കെ ഞാൻ കണ്ടു, ലൈക്ക് നീ പറയുന്നത്, അതായത് ജാസ്മിന്റെ ഒരു ടീമുണ്ട് PR വർക്ക്, അവര് വന്ന് എന്നെ തെറി പറയാറുണ്ട്. എനിക്കിപ്പോ നിന്റെ വീഡിയോ എല്ലാം കണ്ടിട്ട് നീയാണോ നല്ല വ്യക്തമായിട്ടുള്ള ജാസ്മിന്റെ ഒരു PR ടീമിന്റെ ഹെഡ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. നെഗറ്റീവ് അടിച്ചു വിട്ട് അവളുടെ പേര് എല്ലാ മലയാളി മനസ്സുകളിലേക്കും എത്തിക്കുന്നു. അപ്പൊ അതോടെ കിടക്കട്ടെ. എനിക്ക് തോന്നിയ സംശയമാണ്. ആർക്കെങ്കിലും ഒരു ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഇടുക. അപ്പം ചേട്ടൻ അങ്ങനെ ചെയ്ത് പോക്കട്ടെ, അത് അവന്റെ ഇഷ്ടം, അവൻ എന്താ വെച്ചാൽ ചെയ്യട്ടെ, അത് വേറെ കാര്യം. എനിക്ക് വന്നൊരു ഡൗട്ട് ഞാനിവിടെ ഓപ്പൺ ആയിട്ട് പറയുന്നു. അപ്പോൾ ഈ ഒരു ഓഡിയോയുടെ കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമ്മുടെ ആര്യ ചേച്ചിയും ബഡായി ആര്യയും സിബിൻ ചേട്ടനും കൂടി ഒരു ലൈവ് പോയപ്പോൾ അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു, ഈ എയർപോർട്ടിൽ വെച്ച്, അതൊരു വലിയ വിഷയമായിരുന്നു, അവർ അത് വെച്ചൊരു വീഡിയോ ഒക്കെ ചെയ്ത് ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എയർപോർട്ടിൽ വെച്ച് നമ്മുടെ ഈ ആര്യ ബഡായിയും നമ്മുടെ സിബിൻ ചേട്ടനും കൂടെ നമ്മുടെ ഈ ജാസ്മിന്റെ വാപ്പയെ കണ്ടപ്പോഴത്തേക്ക് സംസാരിച്ചു. അപ്പം ജാസ്മിന്റെ വാപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു,
ഒന്ന് രണ്ട് കാര്യങ്ങൾ ജാസ്മിന്റെ വാപ്പ പറഞ്ഞത് നമ്മുടെ സായിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സായി കീറുന്നതിന് മുമ്പ് ജാസ്മിന്റെ വാപ്പ സായിയെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്ന് സിബിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് സിബിൻ ആ ലൈവിൽ അത് പറയുകയും ചെയ്തു. അപ്പം അതിനൊന്നും പ്രൂഫ് ഇല്ല എന്നും പറഞ്ഞായിരുന്നു ഇരുന്നോണ്ടിരുന്നത്. പക്ഷെ അതിനുള്ള പ്രൂഫ് ഇതായി വിവിക്കുട്ടൻ പുറത്തു വിട്ടിരിക്കുകയാണ്. കാരണം ഈ വിവിക്കുട്ടൻ എന്ന് പറയുന്ന വ്യക്തി ജാസ്മിൻ ഒരുപാട് നെഗറ്റീവ് ആയിരുന്ന സമയത്ത്, ആദ്യമൊക്കെ ജാസ്മിന് നെഗറ്റീവ് ആയിരുന്ന സമയത്ത് ജാസ്മിന്റെ വാപ്പയുടെയും ഉമ്മയുടെയും ഒക്കെ ഒരു വീഡിയോ പുറത്തു വിട്ടിരുന്നത്. ലൈക്ക് അവരുടെ വീട്ടിൽ ചെന്ന ഒരു വീഡിയോ അവരെ പറ്റി എടുത്ത് ഒരു ചാനൽ വഴി പുറത്തു വിടുന്നത് ഈ വിവിയാണ്. അതുപോലെ തന്നെ വിവി തന്നെ പറയുന്നുണ്ട് ജാസ്മിന്റെ ഫാമിലിയെ അറിയാം, അതുപോലെ തന്നെ ജാസ്മിൻ കെട്ടാണ്ടിരുന്ന അഫ്സലിനെ അറിയാം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവരൊക്കെ ആയിട്ടൊരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു വിവി എന്ന് പറയുന്ന ഒരാള്. അതൊക്കെ ആയിക്കോട്ടെ, പക്ഷെ എന്നാലും ആ പി ആറിന്റെ കാര്യം ഞാൻ മറക്കത്തില്ല കേട്ടോ. എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്, എന്തായാലും അത് പോട്ടെ. അപ്പം വിവി വെച്ചിരിക്കുന്ന, അതായത് നമ്മുടെ സായി ചേട്ടനും ജാസ്മിന്റെ ഫാദറും തമ്മിൽ സംസാരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് ഉണ്ട്, ഒന്ന് കേട്ടു നോക്കുക. പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ഞാൻ എന്റെ പച്ചയായ ഭാഷ സംസാരിച്ചോട്ടെ, പല കീറി അവനോട് അന്തസ്സായിട്ട് പറയണം, നീ അന്തസ്സായിട്ട് ഗെയിം കളിക്കും, വല്ല പെൺപിള്ളേരെ പാവാടത്തുമ്പി പിടിച്ചോണ്ട് കിടക്കാതെ ഗെയിം കളിച്ച് ജയിക്കാൻ പറ. ആ നായിന്റെ മോളോ അങ്ങനെ ഒന്ന് പറയാമോ? എന്റെ മോളെ പറയണം, നല്ല അന്തസ്സായിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഗെയിം കളിച്ച് ജയിക്കാൻ പറ, പ്രേമിച്ച് ജയിക്കാതെ ഗെയിം കളിച്ച്. അല്ല, ഞാനിതിനകത്ത് കണ്ടസ്റ്റന്റ് ആയി കയറുമ്പോ ഞാനെന്താണെങ്കിലും ഇതിന്റെ ഒരു ഗെയിം ഉണ്ടാവില്ല ഉപ്പ. അതന്നെ ആ കാര്യം ഞാൻ അതെന്താണെങ്കിലും ഞാൻ പറയാനുള്ളത് ഞാൻ പറയും, അത് ഉറപ്പാണ്. എങ്ങനെയെങ്കിലും മോന് ഇപ്പൊ എന്റെ മകൾ ജയിക്കണമെന്നോ അല്ലെ ഇതൊന്നും എനിക്കില്ല, പക്ഷെ എങ്ങനെയെങ്കിലും അവന്റെ ആ ഒരു കോമ്പോയിൽ നിന്ന് ഒന്ന് ഞാൻ കാല് പിടിച്ച് പറയാ, ഞാനൊരു വാപ്പാടെ സ്ഥാനത്ത് നിന്ന് പറയാ, അവന്റെ ആ കോമ്പോയിൽ നിന്ന് എങ്ങനെയെങ്കിലും അവളെ ഒന്ന് മാറ്റിത്തരാമെങ്കിൽ ഒരു പറ്റുമെങ്കിൽ. അപ്പോ സംഗതി നിങ്ങൾ കേട്ടല്ലോ. സംഗതി വേറൊന്നും അല്ല, നമ്മുടെ സായി ചേട്ടൻ അങ്ങോട്ട് കയറുന്നതിന് മുന്നേ, ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുന്നേ ജാഫറിനെ വിളിച്ചിട്ട് പറയാണ് ആ ഗബ്രിക്കുട്ടനുമായിട്ടുള്ള ആ ഒരു സാധനം, ആ ഒരു കോംബോ കളി ഒന്ന് നിർത്തണം എന്ന് പറയണം എന്നൊക്കെ പറഞ്ഞു വിടുകയാണ്. സായി പറ്റുന്ന പോലെ പറയാന്നൊക്കെ പറയുന്നു. സായി അത് നല്ല വിശദമായിട്ട് നല്ല വ്യക്തമായിട്ട് അതിനകത്ത് കയറിയിട്ട് എല്ലാം പറയുന്നത് നമ്മൾ കണ്ടതാണ്. കാണുകയും ചെയ്തു. ബിഗ് ബോസ് അതിനൊരു വാണിയും കൊടുത്തു. അപ്പൊ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്, നല്ല അട്ടത്തെറിയാണ് പറയുന്നത് ജാഫ്രിക്ക. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അതിനകത്ത് വലിയ തെറ്റൊന്നും തോന്നിയില്ല കേട്ടോ, ഉള്ള കാര്യം പറയാലോ. കാരണം പുള്ളിയുടെ മോളാണ്, പുള്ളിയുടെ മോളെ ഇവിടെ പുറത്തിട്ട് നല്ല കഥകൾ പലതാണ് വരുന്നത്. അപ്പൊ പിന്നെ ഏതൊരു വാപ്പയും ചെയ്യാവുന്നതേ ജാഫ്രിക്ക ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അതിനകത്ത് എനിക്ക് വലിയ തെറ്റായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ സായി ചേട്ടൻ അവിടെ ചെന്ന് ചെയ്തത് അത്ര വലിയ നല്ല കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. സായി ചേട്ടനെ വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞ് സായി ചേട്ടൻ അവിടെ ചെന്ന് പറയേണ്ട കാര്യമില്ല. ആസെ പുള്ളി ഒരു ഗെയിമറാണ്, പുള്ളി അവിടെ ഗെയിം കളിക്കാനാണ് പോയത്. അപ്പൊ പുള്ളി അത് ചെയ്താൽ മതിയായിരുന്നു. ഇവിടുന്ന് ഈ പറയുന്ന കേട്ടിട്ട് അവിടെ ചെന്ന് പറയേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഇച്ചിരി മനുഷ്യപ്പറ്റി വിചാരിച്ചിട്ടായിരിക്കും പോയി പറഞ്ഞത്. പുറത്തൊരു വാപ്പ വിളിച്ച് പറഞ്ഞതാണല്ലോ, അപ്പൊ പിന്നെ ഇച്ചിരി മനുഷ്യപ്പറ്റി വിചാരിച്ചായിരിക്കും സായി എന്തായാലും ചെന്ന് പറഞ്ഞത്. എനിക്ക് അതിനോട് അത്ര വലിയ യോജിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ പുള്ളി ചെയ്തൊരു നല്ല കാര്യം കൂടെയാണ്. പക്ഷെ ആ നല്ല കാര്യം ചെയ്ത് കഴിഞ്ഞിട്ടും അവള് പിന്നെ അത് വിട്ടൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് തോന്നിയത് പുള്ളി അത് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, അവള് മൈൻഡ് ചെയ്യത്തില്ല. അവളുടെ ആ ഒരു സാധനം പിടിച്ചേ അവള് പോകത്തുള്ളൂ. അത് നമ്മൾ ഇപ്പോഴും കാണുന്നതാണ്. ഇപ്പോഴും മറ്റേ ഗബ്രി ഇടക്കിടക്കിടക്ക് എന്ത് പറഞ്ഞാലും ഗബ്രിയുടെ പേര് ഇപ്പോഴും വരുന്നുണ്ട് അവളുടെ വായിന്ന്. അപ്പൊ ഇനി വിവിക്കുട്ടൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടെ ഒന്ന് കേട്ടെ നിങ്ങൾ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അത് മാത്രമല്ല, എന്നെ കൊണ്ട് ഇത് പറയിപ്പിച്ചതാണ്. എൻ്റെ ഫോണിൽ വിളിച്ചിട്ട് കള്ള രാജകുമാരൻ തേങ്ങ മറ്റേതാണ്, പിന്നെന്തുവാ നീ കണ്ട കണക്കല്ലേ, നീ കൺഫഷൻ റൂമിലെ കാര്യം പറയുന്നതൊക്കെ പുള്ളി എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞപ്പം നമ്മൾ ചിന്തിക്കുകയാണ്. കാര്യം നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്ന് പലപ്പോഴും അവർ മറന്നു പോകുന്നു എന്ന് ആലോചിക്കുമ്പോഴേ എനിക്ക് ഭയങ്കര വിഷമം വരുന്നത്. വേറൊരു കാര്യം, ഈ ഒരു ജാസ്മിൻ്റെ കാര്യം തന്നെ ഞാനിങ്ങനെ കണ്ടിന്യൂസ്ലി പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ പേഴ്സണൽ ലൈഫിനെ വരെ ഇത് ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. എൻ്റെ ഫാമിലി ആയാലും എല്ലാവരും എന്തിനിതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു കണ്ടിന്യൂസ്ലി, ജാസ്മിൻ്റെ വിഷയം ഇത് വിട്ടേന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് മെയിനായിട്ടുള്ള എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തട്ടിയൊരു വിഷയങ്ങൾ എനിക്ക് അഫ്സലിൻ്റെ കേസ് തന്നെയാണ്. കാര്യം അഫ്സലിനെ ഞാൻ പരിചയപ്പെട്ടിട്ട് ഒരുപാട് നാളുകളോ കാര്യങ്ങളൊന്നും ആയിട്ടില്ല, വളരെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ. പക്ഷേ ഈസ് എ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. അത് എനിക്ക് അത്രേ പറയാനുള്ളൂ. കാര്യം പരിചയപ്പെട്ടതിന് ശേഷം അവനൊരു ജെന്യുവൻ പേഴ്സൺ ആണെന്ന് എനിക്ക് തോന്നിയതിൻ്റെ പേരിൽ മാത്രമാണ് എനിക്ക് എൻ്റെ വീഡിയോയിലൂടെ അവന് വേണ്ടി എനിക്ക് ശബ്ദിക്കണമെന്ന് തോന്നിയത്. എന്തിനാണ് കുട്ടാ നീ ഇങ്ങനെ കള്ളത്തരം പറയുന്നിരുന്നോണ്ട്? അല്ല, എനിക്ക് നിന്റെ മനസ്സത് അത്രയ്ക്കും മറ്റേ വലിയ അങ്ങ് മനസ്സുള്ള ഒരു വ്യക്തിയാണോ വിവി നീ? അങ്ങനെയാണെങ്കിൽ നിനക്ക് ഈ യൂട്യൂബിൽ നീ ഇപ്പൊ ഈ കുറച്ചല്ലേ ആയുള്ളൂ ഈ വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങിയിട്ട്, ഈ ബിഗ് ബോസ് തുടങ്ങിയതിനു ശേഷം. അപ്പൊ നീ ഈ കിട്ടുന്ന കാശൊക്കെ നല്ല റവന്യൂ കിട്ടുന്നുണ്ടല്ലോ, അത്യാവശ്യം കുറച്ച് കിട്ടുന്നുണ്ടല്ലോ, ആ കിട്ടുന്ന പാവങ്ങൾക്ക് കൊടുക്ക്. നീ അതൊന്നും നോക്കിയിട്ടല്ല ചെയ്തതെങ്കിൽ ഓക്കെ, നീ ഭയങ്കര മനസ്സ് മറ്റേ അഫ്സലിന് വേണ്ടി ചെയ്തതെന്നാണല്ലോ പറയുന്നത്. അതുപോലെ തന്നെ അത്ര അഫ്സലിന് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ കുറച്ചേ ആയിട്ടുള്ളത് കൂട്ടുകാരനായിട്ട്
കുറച്ച് അടുത്ത നല്ല ഫ്രണ്ടായിട്ടൊക്കെ നിനക്ക് തോന്നാൻ തുടങ്ങിയിട്ടും കുറച്ച് കാലേ ആയിട്ടുള്ളൂ ഫ്രണ്ടായിട്ടെന്നൊക്കെ നീ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈ ജാസ്മിന്റെ ഫാദറിനെയൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ? അപ്പൊ നീ ആദ്യമേ പറയുന്നുണ്ട് പുള്ളി എന്തൊക്കെയോ വിളിച്ച് നിന്നെ തോന്നിയ ദിവസം പറഞ്ഞു. അതായത് നീ ഈ വീഡിയോ ഒക്കെ ഇടാൻ നേരത്ത് അവക്കെതിരെ അതുപോലെ തന്നെ കൺഫെഷൻ റൂമിലെ കാര്യങ്ങളൊക്കെ അതൊക്കെ പറയുന്നുണ്ട് വിവി. അതാരും കേട്ടിട്ടില്ല എങ്കിൽ മൊത്തത്തിൽ കേൾക്കണമെങ്കിൽ വിവിയുടെ ചാനലിൽ പോയി നോക്കിയാൽ കാണാം. വിവി നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവളുടെ വാപ്പ വിളിച്ച് കുറെ കൊണോണ എന്തൊക്കെയോ പറഞ്ഞു. അതിന് ശേഷമാണ് വിവി വന്ന് ഈ ഒരു സാധനം അങ്ങ് ഇട്ടത് അല്ലേ? അപ്പൊ നിനക്ക് അത്ര വലിയ മനസ്സുള്ളവനാണെങ്കിൽ അങ്ങനെ ഒരു വാപ്പ പറഞ്ഞൊരു സാധനം നീ എന്തിനാ കൊണ്ടുപോയി ഇട്ടത്? ഇപ്പം എന്തൊക്കെയാണെങ്കിലും ആ ഒരു വ്യക്തിയെ നീ നാണം കെടുത്തി എന്ന് തന്നെ ഞാൻ പറയും. കാരണം പുള്ളി അതിനകത്തല്ല പച്ചത്തെറിയാ വിളിക്കുന്നത്. നീ ആ സാധനം സോഷ്യൽ മീഡിയ വഴി ഇട്ടപ്പോഴത്തേക്ക് എല്ലാരും പുള്ളി ഇത്രയും തെറി പറഞ്ഞു. എല്ലാരും പുള്ളിയുടെ സൈഡ് പിടിക്കണമെന്നില്ല, കുറെ എണ്ണം കാണും. ഇപ്പം പുള്ളി എന്നാ തെറിയാ പറഞ്ഞത് ഒക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങാനായിട്ട് എന്തായാലും കുറച്ച് പേര് കാണും. അപ്പൊ അവര് പുള്ളി അവിടെ നെഗറ്റീവായിട്ട് ചിത്രീകരിക്കുകയല്ലേ? ആ പുള്ളിക്ക് നാളെ വെളിയിൽ ഇറങ്ങേണ്ട ഒരു വ്യക്തിയല്ലേ? നീ നിന്റെ കൂട്ടുകാരന് നീ മറ്റേ കുറച്ച് കാലമായിട്ട് കണ്ടിട്ടുള്ള ഒരു കൂട്ടുകാരന് ആ ഒരു വില കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി പ്രായമുള്ള ഒരാളല്ലേ അയാള്. അപ്പൊ അയാള് പറഞ്ഞ തെറിയും എല്ലാം കൂടെ എടുത്ത് നീ പുറത്ത് വേറൊരാള് പറഞ്ഞപ്പം സായിയുടെ വൈഫ് പറഞ്ഞെന്നും പറഞ്ഞ ഉടനെ എടുത്ത് പുറത്ത് വിട്ട ആ ഒരു മെന്റാലിറ്റി എന്താണ് മോനെ വിവി? എനിക്കത് മനസ്സിലായില്ല അങ്ങോട്ട്. അത്ര നീ നല്ല മനസ്സിലായിട്ട് ഒരു നല്ല മനസ്സിനൊരു ഉടമയുള്ള ഒരു വ്യക്തിയാണെന്നാണ് നീ പറയുന്നത്. അതാണ് എനിക്ക് മനസ്സിലായത്. നീ നിന്റെ കൂട്ടുകാരന് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്തപ്പം അല്ലേ? അങ്ങനെയാണെങ്കിൽ നീ ആ പുള്ളിയോട് ചെയ്തത് വെറും ചെറ്റത്തരല്ലേ? എനിക്കത്ര ചോദിക്കാനുള്ളൂ കേട്ടോ. എനിക്ക് ഈ ഒരു കാര്യം മാത്രമേ ഇതിനകത്തൊന്നും ചോദിക്കാൻ തോന്നിയുള്ളൂ. പിന്നെ നിന്റെ ഇഷ്ടം നീ ചെയ്യുന്നു, ഓക്കെ. പക്ഷെ പറയുമ്പോൾ എല്ലാം പറയണം, അത്രേ എനിക്ക് പറയാനുള്ളൂ. അല്ല വലിയ എല്ലാവരോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല. നിനക്ക് നല്ല പ്രോപ്പർ ഒരു കണ്ടന്റ് ഉണ്ട്. നിനക്ക് ജാസ്മിന്റെ ആ ഒരു അടുത്തുള്ള ആൾക്കാരെയൊക്കെ അറിയാം, ജാസ്മിന്റെ കെട്ടാനിരുന്നവനെ അറിയാം. അതുകൊണ്ട് നിനക്കൊരു നല്ല കണ്ടന്റ് ഉണ്ട്, അത് നീ ചെയ്യുന്നു. നിന്റെ വീട്ടുകാർ ചോദിക്കുമ്പോഴാണെങ്കിലും പറയാൻ നിനക്ക് നല്ല റീസൺ ഉണ്ട്, നല്ല കണ്ടന്റ് ഉണ്ട്, ഇത് ചെയ്ത് കഴിഞ്ഞാൽ കാശ് കിട്ടും. ഇതങ്ങ് പറയണം. ഇത് ജനങ്ങൾ നിന്റെ വീഡിയോ കാണുന്നവരോട് നിനക്ക് ഇത് പറയാൻ എന്താ മടി? ഉള്ള കാര്യം അതങ്ങ് പറഞ്ഞാൽ മതി. അല്ലാതെ മറ്റേ വളച്ച് തിരിച്ചു കൊണ്ടുപോകേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോ ഞാനെന്തിനെതിരെ റിയാക്ട് ചെയ്യുന്നത്? എനിക്ക് പറയാനുള്ളൊരു കാര്യം ഞാൻ പറയുന്നു. അതിന്റെ കൂടെ തന്നെ എനിക്കും റവന്യൂ കിട്ടും. അറ്റ്ലാസ്റ്റ് അതാണ് എല്ലാവരും ചെയ്യുന്നത്. നീ അത് പറയാതെ നീ മറ്റേ വലിയ മാന്യനാവാൻ കിടന്ന് കളിച്ചൊരു കളിയുണ്ടല്ലോ, അതെനിക്ക് അങ്ങോട്ട് ദഹിച്ചില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടമാണ്, നീ എന്ത് പറയുന്നതും എല്ലാം. പിന്നെ PR ന്റെ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു, എനിക്കത് മാറ്റി പറയാൻ താല്പര്യമൊന്നുമില്ല. ഞാൻ ഉള്ള കാര്യം പറഞ്ഞതിനകത്ത് തന്നെ ഞാൻ നിൽക്കുന്നു. ഇത്രയും മറ്റേ നെഗറ്റീവ് നീ വിളിച്ചു പറയുമ്പോഴത്തേക്ക് മലയാളി മനസ്സിലേക്ക് എത്തുവാണ് അവള്, ഓക്കെ. അതുകൊണ്ട് PR ന്റെ ഏറ്റവും ടോപ്പിലിരിക്കുന്നത് ഇത് തന്നെയാണോ എന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് മോനെ. ഇത്രയും കാലം ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഈ അടുത്തൊക്കെ ആയിട്ടാ വീഡിയോ കാണാൻ തുടങ്ങി, എനിക്ക് അപ്പോഴും ഒന്നും തോന്നിയിട്ടില്ല. ഇന്നത്തെ ഈ പരിപാടി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ചെറിയൊരു ഡൗട്ട് തോന്നി. അപ്പോഴാണ് ഞാൻ നിന്റെ പഴയ വീഡിയോ ഒക്കെ പോയി നോക്കുന്നത്. എല്ലാത്തിനും ഇത് തന്നെ തമ്മില് ജാസ്മിൻ എന്താടാ കുട്ട? ഇതൊന്നും ആർക്കും മനസ്സിലാവുന്നില്ല. എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക. കുറച്ച് പേർക്കെങ്കിലും ഒന്ന് മനസ്സിലാവുന്നുണ്ട്, അങ്ങനെ ഒരു കളി ഇവൻ കളിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടുക, ഓക്കെ. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിടുക. വലിയ നഷ്ടമൊന്നും വരാനില്ല, ഓക്കെ.